ശരിയായി. എഞ്ചിൻ ഓയിൽ ഇത്തിരി കുറവാ, അതും കൂടി മാറ്റണം. ഇന്നിപ്പോ വേണ്ടല്ലോ. വേണ്ട, പക്ഷെ വൈകാതെ മാറ്റിക്കോ. ഓ ശരി. അപ്പൊ ശരി. അപ്പൊ അതാണ് കാര്യം. എടാ ചന്തുവേ, ഇറ്റോയേ, ഷോ തുടങ്ങാറായി. ആ കണ്ട് കണ്ട്. നിതു, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പറയാനല്ല, കാണിക്കാനാ പോണേ. ഇവിടെ കരിയിലുണ്ടോ? ആ ഉണ്ട്. എന്തായിരിക്കണ്? അല്ലേ, എന്തിനാ കരിവേല്? ഒരാളുടെ തലയിൽ ഒഴിക്കണം. അയ്യോ, ചതിക്കില്ലേ പെങ്ങളെ. രാഷ്ട്രീയക്കാരുടെ തലയിൽ കരിവേൽ ഒഴിക്കണ കേട്ടിട്ടുണ്ട്, പക്ഷേ എക്സിന്റെ തലയിൽ ഒഴിക്കുന്നതാണ് ജെൻസി സ്റ്റൈല്. ഓൺലൈനിൽ വന്ന ടൈപ്പിംഗ് എന്ന് കാണിക്കും, പക്ഷെ ഒരു മെസ്സേജും വരില്ല. ആ അങ്ങനെയാണാ? എന്നാ പിന്നെ കരിവേൽ ഒഴിക്കണം. ഇതാ പിടിച്ചോ. അല്ല, മറുപടി കൊടുക്കാത്തന്റെ കാരണം പറ ബ്രോ. ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ പിന്നെ ഞാൻ പിന്നെ മെസ്സേജ് അയക്കണം. റിലേഷൻഷിപ്പ് ആകുമ്പോ ഇടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് എന്നേക്കുമായി പിരിഞ്ഞു പോവാന്നാണോ? അപ്പോ പോയില്ല അല്ലേ? ഇല്ല. എന്താ, നിങ്ങൾക്ക് എന്നെ പറഞ്ഞയക്കണോ? അയ്യോ വേണ്ടേ, വേണ്ട 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 വേണ്ട. പക്ഷെ മിണ്ടണെങ്കി ആർക്കാ മെസ്സേജ് അയച്ചെന്ന് പറയണം. അത് എന്റെ ഫ്രണ്ടിനാടാ, ടിറ്റോ. ഓ, ഏത് ഫ്രണ്ടിനാന്ന് ചോദിക്കട്ടോ? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഫ്രണ്ടിനാന്ന് പറയ ടിറ്റോ. ഓ, ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടോ? നിന്നെ ഞാൻ ആർക്കും ചെയ്തില്ല. അയ്യോ, വെക്കൂ. ഇതെന്തുവാടി ഇത്? വേറെ ആർക്കും അയച്ചില്ലെന്ന് ഉറപ്പല്ലേ? ശരിക്കും ഞാൻ നിനക്ക് അയക്കാൻ തുടങ്ങിയതാ, പിന്നെ മടി കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. എന്താ അയക്കാൻ തുടങ്ങി? അത് ചന്തുവേ, എന്താ ഒരു ചായ കുടിക്കാൻ പോയാലോ? പോവാം. ഓ പോവാം. പറ, എന്താ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി? അത് പറ. എന്തായിരുന്നു അത്? വണ്ടിക്കുണ്ട് ഗിയർ, എനിക്കുണ്ട് ഫയർ, നമുക്കില്ല ഫിയർ. അവരാണ് പറഞ്ഞേ. ഭയങ്കര കഷ്ടം. സുധീഷ, എന്താ തനിയിരിക്കുന്ന? ഹേയ്, സുഭാഷ് ഏട്ടൻ തലവേദനയായിട്ട് കിടക്കാണേ. നികേഷും ഹരീഷും കൂടി കടയിലേക്കും പോയി. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. രഹസ്യമായി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഗോപി പോലീസ് നിങ്ങൾക്ക് ഫോൺ ചെയ്തായിരുന്നോ? അയ്യോ, ഏത് ഗോപി പോലീസ്? ഓ ഗോപി പോലീസ്. അയാൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നെ വിളിച്ചൊന്നുമില്ല. എന്തേ? പക്ഷെ എന്നെ വിളിച്ചു. ആണോ? എന്തിനാ വിളിച്ചേ? ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായോ? അതൊന്നും അല്ല. അയാൾ എന്നെ ഇത് രണ്ടാമത്തെ തവണയാ വിളിക്കുന്നത്. മുൻപ് നമ്മള് ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കണ്ടപ്പോ വിളിച്ചിരുന്നു.
ഇപ്പൊ ദേ ഡിവോഴ്സിന് മൂവ് ചെയ്യാൻ നോക്കിയതും ഉടനെ കോള് വന്നിരിക്കുന്നു. അതാ നിങ്ങൾക്കും കോള് വന്നോന്ന് ഞാൻ ചോദിച്ചേ. ഇല്ല, എനിക്ക് വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ അറിയാത്തതാണോ നോക്കട്ടെ. ഇല്ല, കോളൊന്നും വന്നിട്ടില്ല. അല്ല, വിളിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞേ? എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ? അതൊന്നും വേണ്ടാന്ന്. അങ്ങനെയാണോ അയാൾ പറഞ്ഞേ? അതെ. ഒരു പോലീസുകാരൻ എന്തിനാ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതിന് പിന്നാലെ എങ്ങനെ പോവോ? കുടുങ്ങോ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നു എന്നുള്ള ശരിയാ. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്ന് അവരന്വേഷിക്കണോ? എനിക്കതിൽ സംശയമുണ്ട്. ഈശ്വരാ, കുടുങ്ങി. നമ്മള് ഡിവോഴ്സ് മൂവ് ചെയ്യുന്ന കാര്യം അവരെങ്ങനെ അറിയുന്നേ? നിങ്ങളാണോ പറഞ്ഞത്? ഞാനോ? ഞാനെന്തിനാ പറയുന്നത്? പിന്നെ അയാൾ എന്നെയും ചെയ്ത് വിളിക്കൂലേ? ആവശ്യമില്ലാത്ത കാര്യം എങ്ങനെ ചെയ്യും? പിന്നെ ആരാത് പറഞ്ഞത്? അതൊരു പക്ഷെ കോടതിയിൽ നിന്ന് ഫോൺ ചെയ്ത് അറിയിച്ചാണെങ്കിലോ? അങ്ങനെയൊന്നും പറയില്ല. എന്നാ പിന്നെ വക്കീൽ എങ്ങാനും പറഞ്ഞാണ്. ആദ്യത്തെ കേസിലും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടായത്. ഇത്തവണ അത് തന്നെ ആയിരിക്കുന്നേ, കോടതിയിലെ വക്കീലായിരിക്കും. ഉറപ്പാണോ? എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. എന്നാ പിന്നെ വക്കീലിനോട് തന്നെ ചോദിക്കാം. അല്ല, എന്തിനാ ഈ നേരെ ആയില്ലേ? വക്കീലൊക്കെ ഉറങ്ങിക്കാണുന്നേ. എന്നാലും സാരമില്ല. അല്ല വേണ്ട, ചിലപ്പോ ഭക്ഷണം കഴിക്കായിരിക്കും. കുഴപ്പമില്ല. എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിക്കാണും. അതാ. വക്കീല? ഹലോ മാം, ഞാൻ നിധിയ. മനസ്സിലായി. പറ നിധി. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ചോദിച്ചോളൂ. പോലീസ് സ്റ്റേഷനിൽ വെച്ചാ ഞങ്ങളുടെ കല്യാണം നടന്നതെന്ന് പറഞ്ഞില്ലേ? മാം എങ്ങാനും ഡിവോഴ്സിന്റെ കാര്യം സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചിരുന്നോ? ഞാനോ? എന്തിനു ഞാൻ അവരോട് പറയണം? അല്ല, സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നുകൊണ്ട് അങ്ങനെ വല്ല നിയമോ മറ്റോ? ആരായി വിഡ്ഢിത്തൊക്കെ പറഞ്ഞു തന്നത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവര് പഠിക്കുന്ന വിഷയത്തിലും എടുക്കണ്ടാവും. പക്ഷെ ലോകവിവരം വട്ടപൂജ. ഡിവോഴ്സ് എന്ന ഒരാൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണോ പോലീസ് ഇടപെടാൻ? ഇതിൽ അവർക്ക് ഒരു റോളും ഇല്ല. ഓക്കെ മാം, ഐ എം സോറി ഫോർ ഡിസ്റ്റർബിംഗ് യു. ഇറ്റ്സ് ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. ശരി. കണ്ടില്ലേ, വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു നിയമവും ഇല്ല. എന്നാലും ആരത് പറഞ്ഞിട്ടുണ്ടാവുക? അതാ ഞാനും ആലോചിക്കുന്നത്. അല്ല, ഇനി ഗോപി പോലീസിനെ വിളിച്ച് അന്വേഷിക്കണോ? എന്നാ വേഗം വിളിക്കേ. അയ്യോ എടാ സുധീഷ്, നിന്റെ കാര്യം. അല്ലെങ്കിൽ വേണ്ട, ഇത്രയും നേരമായില്ലേ? അത്ര വൈകിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ നേരെ കണ്ടിട്ട് നാളെ ചോദിച്ചോളാന്നേ. ആരാ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ നാളെ കണ്ടുപിടിച്ചിരിക്കും. പോരെ? എനിക്കൊരു അത്യാവശ്യമായിട്ട് 1-2 കോൾ ചെയ്യാനുണ്ട്. ഇപ്പൊ വരാവേ. അയ്യോ. ഹലോ, ഗോപി സാറല്ലേ? സാർ, ഞാൻ നിധിയ. ഡിവോഴ്സ് നടത്തരുതെന്ന് പറഞ്ഞ് സാർ വിളിച്ചില്ലേ? എനിക്ക് സാറിനൊന്ന് കാണണമായിരുന്നു. അതെയോ? ശരി, വരാം. സ്റ്റേഷനിലേക്ക് വരാം. ശരി സാർ.
ഓക്കെ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നേ. ഇതിപ്പോ ഇങ്ങനെ വെക്കും, ഇവിടെ ഇരിക്കെ തൽക്കാലം. അയ്യോ ദാ പോയി. യെസ്. ഹാപ്പി ബർത്ത്ഡേ നിധി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി. അച്ചടാ. ഇനിയിപ്പോ ഉറക്കമാണല്ലോ. സമയം എന്തായി? അയ്യോ സമയമായല്ലോ. വിളിച്ചുണർത്താം. സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടാ എണീക്കേ. സുഭാഷ് ഏട്ടാ, നികേഷേ, ഹരീഷേ എണീക്കടാ. സുഭാഷ് ഏട്ടാ എണീക്ക്. സുഭാഷ് ഏട്ടാ എണീക്ക്. സുഭാഷ് ഇറക്കി അത് കയറ്റി വെക്കാം. അയ്യോ സിമന്റ് ചാക്ക് നമുക്ക് നാളെ ഇറക്കാം. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റെന്ന്. സുഭാഷ് ഏട്ടാ എണീക്ക്. സുഭാഷ് ഏട്ടാ. നീയോ നേരം വെളുത്തോടാ. ആ എഴുന്നേക്ക്. വെളുത്ത് നേരം വെളുത്ത് എഴുന്നേക്ക്. എഴുന്നേക്കാം. സുഭാഷ് ഏട്ടാ. എടാ നികേഷേ, ഹരീഷേ എടാ എഴുന്നേക്കടാ. എഴുന്നേക്ക്. എണീക്കണം. എന്തിനാ ഇങ്ങനെ ടോർച്ചർ ശ്രദ്ധിച്ചടാ? ഉറങ്ങാനും എടാ പറയടാ, ഒന്ന് എഴുന്നേക്ക്. ഹരീഷേ എടാ മോനെ ഹരീഷേ, ഇവന്മാരെങ്ങനെ എഴുന്നേപ്പിക്കും? എന്തിനാ എന്നെ ചവിട്ടിയേ? പറയാം. പട്ടി ഉരയ്ക്കുന്നു. ഒച്ച വയ്ക്കില്ലേ? എടാ എന്നാലും നീ ഉറങ്ങാതിരിക്കൂ. അതുകൊണ്ടല്ലടാ മോനെ. ക്ഷമിച്ചേക്ക് കേട്ടാ. എന്റെ സുധീഷേട്ടാ പാതിരാത്രിയായി, എനിക്ക് ഉറങ്ങണം. ചേട്ടാ ആയിക്കോട്ടെ, അതിനുമ്പ് നീ ഒന്ന് നോക്കിയേ. ഓ എടാ എണീറ്റിരുന്ന് നോക്കടാ. കണ്ടാ അതെന്തോടാ? അതെ, ഇന്ന് 12 മണിയാകുമ്പോ നിധിയുടെ പിറന്നാളാ. ഏടത്തിലെ പിറന്നാളോ? എടാ ഇന്ന് രാത്രി 12 മണിക്ക് അവളെ വിളിച്ചുണർത്തി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ സെറ്റ്. അല്ല ഇതെങ്ങനെ സുധീഷേട്ടന് മനസ്സിലായി? എന്താടാ ഇത്? ഇത് ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ പിറന്നാളല്ലേ. എനിക്കല്ലാതെ പിന്നെ വേറെ ആർക്കറിയാനാ? ഇല്ലേ? എനിക്ക് പിറന്നാളായിട്ട് ഏടത്തൊരു വാക്ക് പറഞ്ഞല്ലോ. ചേട്ടാ അവളായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ, നമുക്കായിട്ടൊരു സർപ്രൈസ് കൊടുക്കാലോ. എന്നാ പിന്നെ എല്ലാരും എഴുന്നേക്ക്. സമയങ്ങളെ എഴുന്നേക്ക്. 12 മണി ആവാറായി. പോയി മുഖം കഴിയിട്ടോ. എഴുന്നേക്കടാ ഹരീഷ. സർപ്രൈസ് കൊടുക്കും. നീ പോ. സുഭാഷ് നടക്ക്. ഇനി ഇതൊക്കെ മടക്കി വെക്കണല്ലോ. ഇവിടെ ഇരിക്കട്ടെ. പോയി. എങ്ങനെയുണ്ട് എന്റെ സെറ്റപ്പ്? കലക്കി. ഞാൻ പോയി ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. എവിടെ പോണ്? ഞാൻ പോയി വിളിച്ചോളാം. നീ പോയി കഴിഞ്ഞാലേ നീയാണ് ഇതൊക്കെ ചെയ്തേന്ന് നമ്മൾ വിചാരിക്കൂലേ. അല്ല ഇതൊന്ന് 2 കേക്ക്. ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള കേക്ക്. അത് നിധിക്ക് മാത്രമുള്ള സ്പെഷ്യൽ. എങ്ങനെയുണ്ട്? ഹാപ്പി ബർത്ത്ഡേ നിധി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി. ഓ സ്പെഷ്യൽ കേക്കിൽ ഒരു ഡിയർ എക്സ്ട്രാ. എന്നാ പിന്നെ മൈ ഡിയർന്ന് ചേർക്കാറുണ്ട് വിചാരിച്ച്. പക്ഷേ അതിനുള്ള ധൈര്യം കിട്ടാത്തവരോട് വേണ്ടെന്ന് വെച്ചൂലേ. ഈ സമയത്ത് പരിഹസിക്കാതരാ. പിന്നെ
ഡേ അതിന്റെ അകത്തുള്ള ആ ഹാർട്ട് കണ്ടോ? അത് എന്റെ ലവിന്റെ അടയാളമാണെന്ന് അവക്ക് പിടികിട്ടും. സമയായി. ബാഗ് വിളിച്ചിട്ട് കേക്ക് മുറിക്ക്, ഉറങ്ങണം. ചെറുക്കം, ദേ അവന്റെ തലയിൽ ഇത്തിരി വെള്ളം തൂച്ചു കൊടുത്തേ, അവന്റെ ഒരു ഉറക്കം. എടാ സമയമായി, പോയി വിളിച്ചോണ്ട് വാ. ആ നിങ്ങൾ ഇവിടത്തേക്ക്, ഞാൻ പോയി വിളിക്കാം. നിക്ക്, നീ പോയി വിളിച്ചാൽ പ്രശ്നമാവും. അന്നത്തെ കാര്യം ഓർമ്മയില്ലേ? ഞാൻ വിളിച്ചോളാം. സുഭാഷ് ഏട്ടാ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്ന്. ഇന്ന് എനിക്കൊന്ന് വിട്ടുതാ. ശരി, ചെല്ല്. ആ നിധി, നിധി, എന്റെ ഈ നേരത്ത് ഒന്ന് വാതില് തുറക്കോ? എന്താ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സുധീഷിന് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. വാ, മുറിക്ക് പുറത്തേക്ക് ഇറങ്ങ. വാടോ, വാ. ഒരു ചെറുപ്പത്തിന് തണ്ടില്ലേ? Happy birthday to you. Happy birthday dear Nidhi. Happy birthday to you. അപ്പൊ മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ എടുത്തി. താങ്ക് യുടാ. മെനി മെനി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതെന്താ 2 കേക്ക്? ഈ നിധിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. ഈ കേക്ക് എല്ലാവർക്കും വേണ്ടി, ആ കേക്ക് ഞാൻ നിധിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചതാ. കൊള്ളാം. ഇത് മുഴുവൻ നിധി ഒറ്റയ്ക്ക് കഴിച്ചോളൂ കേട്ടോ. ഇത് മുഴുവനോ? അതെങ്ങനെ? ഇതിന് മൊട്ട. അതൊക്കെ പറ്റും. ഒരു ചെറിയ കേക്കല്ലേ, നിധിക്ക് പറ്റും. നിധി വെണ്ണം വെക്കട്ടെ. ചെറിയ കേക്ക് എടുത്ത് കട്ട് ചെയ്യാം. ഒരു മിനിറ്റ് അതിങ്ങനെ ഇവിടെ ഇരിക്കെ. ഹരീഷ്, ഇത് പിടിച്ചോ. ഗുഡ് ബൈ. എന്തത്? ഫോൺ തരൂ, വീഡിയോ എടുക്കാം. തരാം. ഒരു മിനിറ്റ് നിക്ക്. റെഡിയല്ലേ? കത്തിക്കാണേ. കത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ എടത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ എടത്തി. ഹാപ്പി ബർത്ത്ഡേ ടു യു. മുറിക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടോ. കാണിക്കുന്നു ഇവിടെ ചുറ്റിന്നടാ. തന്നോളൂ. താങ്ക് യു. തന്നോളൂ. കഴിച്ചോ. ഇരിക്കണം. കഴിച്ചോ. സുഭാഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ടേസ്റ്റ് അല്ലേ? എനിക്ക് വലിയ പീസ് മതി. മോളെ, അയ്യോ
ഇതൊക്കെ എപ്പോ വാങ്ങി? ആ അറിയില്ല, ഞങ്ങള് ഉറങ്ങിക്കിടത്തപ്പോഴും കണ്ടു പോയി വാങ്ങിയതാ. ഈ നേരത്തെ വാങ്ങിച്ച അകത്ത് വെച്ചിരുന്നതാ, കുറച്ചു മുമ്പേ പോയി എടുത്തോണ്ട് വന്നു. കഴിക്ക്. എന്താടാ എഴുന്നേറ്റ്. ബഹളവും പാട്ടും ഒക്കെ? രാത്രി എന്താ ആർക്കും ഉറക്കൊന്നുമില്ലേ? ഇന്നെന്റെ പിറന്നാളാ. ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്താ. ഇന്ന് പിറന്നാളാണോ? അതെ. എന്നാ ഒരു പാട്ട് പാടി തരട്ടെ? ആ ആയിക്കോട്ടെ. വെരി നൈസ്. കുഞ്ഞുവാ വെക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, വാങ്ങി വെച്ചതാരാണി തല്ലിപ്പോളി ക്രീം കേക്ക്. ണ്ടല്ലോ ബർത്ത്ഡേ അല്ലടാ, ഒരു ഫണ്ണൊക്കെ വേണ്ടേ? എങ്ങനെയുണ്ട്? എന്നോടാണ്? സാരി വാങ്ങിത്തന്ന ആളോടല്ലേ അഭിപ്രായം ചോദിക്കേണ്ടത്. സൂപ്പർ, അസലായിട്ടുണ്ട്, റിയലി ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ ഇന്ന് ഈ സാരി എടുത്ത ഓഫീസിൽ പോകുന്നത്.